മാന്യ സഭാപതിജി, ഞാൻ ആരെയും അങ്ങോട്ട് കയറി ചൊറിയാൻ പോകുന്ന ആളെയല്ല. പക്ഷെ ആരെങ്കിലും അനാവശ്യമായി ചൊറിയാൻ വന്നാൽ പിന്നെ ഞാൻ അയാളെ വിടുകയുമില്ല. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ചക്രവ്യൂഹം, ശകുനി എന്നൊക്കെ പറയുന്നത്? അവർക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഞങ്ങൾ മഹാഭാരതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രമാണ്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ്യ തദാത്മാനം സൃജാമ്യം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. हमको तो कन्हैया याद आते. എപ്പോഴൊക്കെ ഈ ലോകത്ത് ധർമ്മത്തിന് നാശം സംഭവിക്കുന്നോ, അധർമ്മം വിളയാടുന്നോ, അപ്പോഴൊക്കെ ഞാൻ ഓരോ കാലഘട്ടത്തിലും അവതരിക്കും, ധർമ്മം പുനഃസ്ഥാപിക്കും. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. ഈ രാജ്യത്ത് അനീതിയും അധർമ്മവും ആരാണ് ചെയ്തത്? കോൺഗ്രസിൻ്റെ DNA-യിൽ തന്നെ കർഷക വിരോധമുണ്ട്. ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയല്ല, ഇവരുടെ തുടക്കകാലം മുതലേ അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ മുൻഗണന തന്നെ തെറ്റാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കാരമനുസരിച്ചുള്ള കാർഷിക രീതിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു അറിവുമുണ്ടായിരുന്നില്ല. നെഹ്റു റഷ്യയിൽ പോയി ഒരു കാർഷിക രീതി കണ്ടിട്ട് അത് ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ഭാരതരത്നം നേടിയ ചൗധരി ചരൺ സിംഗ് അന്നേ പറഞ്ഞു റഷ്യയിലെ മോഡൽ ഭാരതത്തിൽ ഫലപ്രദമാകില്ല എന്ന്. അവർക്കതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അവരുടെ ധാരണകൾ തെറ്റായിരുന്നു. 17 വർഷമാണ് നെഹ്റു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത്. എന്നിട്ട് എന്തുണ്ടായി? അമേരിക്കയിൽ നിന്നും PL4 എന്ന ഏറ്റവും കുറഞ്ഞ ഗോതമ്പ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ഭാരതീയർക്ക് കഴിക്കാൻ കൊടുക്കേണ്ടി വന്നു. നെഹ്റുജി മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് കർഷകരുടെ വിള ഗവൺമെൻറ് നേരിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ. കർഷകരുടെ കൈവശം 2 കിൻഡൽ ഉണ്ടെങ്കിൽ അതിൽ 1 കിൻഡൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഗവൺമെൻറ്. കർഷകർ അവർക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന ധാന്യം പോലും എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഗവൺമെൻറ്, പണം കൊടുക്കാതെ പിടിച്ചെടുത്തുകൊണ്ട് പോകുമായിരുന്നു. കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും കർഷകർക്ക് വേണ്ടി അഗ്രികൾച്ചർ പോളിസി കൊണ്ടുവന്നു. പക്ഷേ കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതിനുശേഷം രാജ്യത്ത് ഉദാരവൽക്കരണം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു, അക്കാലത്ത് ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു ധനമന്ത്രി. പക്ഷേ ആ സമയത്ത് പോലും കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് ലൈസൻസിങ് നൽകിയില്ല. കാരണം അവർക്ക് കൃഷിയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. അവരുടെ മുൻഗണന തന്നെ തെറ്റായിരുന്നു. അതിനാണ് സഭാപതിജി, 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? ആ സമയത്ത് ലോകമാകെ പറഞ്ഞു നടന്നിരുന്നത് ഭാരതത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് മാത്രമായിരുന്നു. 2G, 3G, 4G, ലോകം തന്നെ ഭാരതത്തെ പരിഹസിച്ചിരുന്ന കാലമായിരുന്നു ആ 10 വർഷം. ആ രീതിയിൽ കോൺഗ്രസ് ഭരിച്ച് നശിപ്പിച്ചു കളഞ്ഞിരുന്ന ഒരു രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2014 ജനങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിച്ചത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് രാജ്യത്ത് കർഷകർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ മുൻഗണനയിൽ മാറ്റം വരുത്തിയത്. അതിനാണ് സഭാപതിജി, കർഷകർക്ക് വേണ്ടി, കാർഷിക മേഖലയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന 6 പ്രധാനപ്പെട്ട പ്രയോറിറ്റികൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യം കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. 2, കർഷകരുടെ ഉൽപ്പാദനത്തിലുള്ള ചെലവുകൾ കുറയ്ക്കുക. 3, കർഷകരുടെ ഉൽപ്പാദനങ്ങൾക്ക് ശരിയായ വില ലഭിക്കുക. 4, കർഷകരുടെ വിളകൾക്ക് ഏതെങ്കിലും തരത്തിൽ നാശം സംഭവിച്ചാൽ അവർക്ക് ഇൻഷുറൻസ് നൽകുക, അവർക്ക് ശരിയായ ഇൻഷുറൻസ് നൽകുക. 5, കാർഷിക മേഖലയിൽ വൈവിധ്യ കൃഷികൾക്ക് പ്രാധാന്യം നൽകുക. മാത്രമല്ല കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ. ഏറ്റവും പ്രധാനപ്പെട്ട 6ാമത്തെ കാര്യം, ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഈ ഭൂമി സുരക്ഷിതമായി നിലനിൽക്കുന്നതിന് വേണ്ടി ഓർഗാനിക് ഫാമിംഗ്. ഈ രീതിയിൽ BJPയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ, NDA സർക്കാർ കാർഷിക മേഖലയ്ക്ക് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയാണ് കർഷകർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഇന്നലെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ഇവിടെ ബജറ്റിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. കാർഷിക മേഖലയ്ക്ക് പണം കുറവാണ് അനുവദിച്ചെന്ന് പോലും. അതിനിടെ സഭാപതിജി,
2013-14 ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി കോൺഗ്രസ് എത്ര രൂപയാണ് മാറ്റിവെച്ചതെന്ന് നമുക്ക് നോക്കാം. വെറും 70,668 കോടി രൂപ മാത്രം. ഇവർ കുറ്റം പറയുന്ന 2024-25 ബജറ്റ് പ്രകാരം കാർഷിക മേഖലയ്ക്ക് മാത്രം NDA സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത് 1,32,470 കോടി രൂപ. ഇത് വെറും കൃഷി മേഖലയ്ക്ക് മാത്രമാണ്. ഇതിൽ കർഷകർക്ക് നൽകുന്ന വളത്തിൻ്റെ സബ്സിഡി കൂടി കൂട്ടിയാൽ മൃഗപരിപാലനം, ഫിഷറീസ് ഇതെല്ലാം കൂടി ഈ കാർഷിക മേഖലയുമായി കൂട്ടിച്ചേർത്താൽ 1,75,440 കോടി രൂപ കൂടി ഈ 1,32,470 കൂടാതെ വരുന്നുണ്ട്. മൊത്തം ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ 2024-25 ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇതെല്ലാം കൂടി കൃഷി വകുപ്പിൻ്റെ കീഴിൽ മാത്രമായിരുന്നു. അന്നവർ നീക്കിവെച്ചിരുന്നത് വെറും 70,668 കോടി രൂപ. ഞാനീ പറഞ്ഞ 3 ലക്ഷം കോടിയിൽ ഇറിഗേഷൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ജലശക്തി മന്ത്രാലയം മറ്റൊരു വകുപ്പാണ്. ആ പണം ഞാൻ ഈ 3 ലക്ഷം കോടി കൂട്ടിയിട്ടില്ല. ആദരണീയ സഭാപതിജി, കർഷകർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് അവരുടെ വരണ്ട ഭൂമിയിൽ വെള്ളമെത്തിക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ വെള്ളം ലഭിക്കാതെ കൃഷി ഒരു കാലത്തും വിജയകരമാകില്ല. കർഷകർക്ക് കർഷക ഭൂമിയിൽ ആവശ്യമുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ കോൺഗ്രസിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അവരതിനെ സീരിയസ് ആയിട്ടുള്ള വിഷയമായി കണ്ടിട്ടേയില്ല. എനിക്കൊന്നല്ല, അനേകം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഞാൻ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ കാലത്ത് കേവലം 7.5 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ മാത്രമാണ് അവർ പുതുതായി വെള്ളം എത്തിച്ചത്. പക്ഷേ ഞങ്ങൾ BJP ഭരിക്കുമ്പോൾ മധ്യപ്രദേശിൽ മാത്രം ഏതാണ്ട് 37.5 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ പുതിയതായി വെള്ളം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനിയും പുതിയ പദ്ധതികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദി മാത്രമല്ല, അടൽ ബിഹാരി വാജ്പേയിജിയും നദീ സംയോജന പദ്ധതി അദ്ദേഹമാണ് കൊണ്ടുവന്നത്. വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ഈ നദീ സംയോജന പദ്ധതി ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്തത് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. ആ നർമ്മദാ നദിയിലെ വെള്ളം വരണ്ടുണങ്ങിക്കിടന്നിരുന്ന മറ്റ് നദികളിലേക്ക് കണക്ട് ചെയ്ത് കർഷകർക്ക് ആവശ്യമായ രീതിയിൽ എല്ലാ മേഖലയിലും വെള്ളമെത്തിച്ച് തുടങ്ങിയത് ഗുജറാത്തിൽ നരേന്ദ്രമോദിയാണ്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ആ രീതിയിൽ നദീ സംയോജന പദ്ധതികൾ നടപ്പിലാക്കി. മധ്യപ്രദേശിലെ കാര്യവും എനിക്ക് പറയാം. അക്കാലത്ത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് ശ്രീ ദിഗ്വിജയ് സിംഗ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. വാജ്പേയിജി നദീ സംയോജന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് നർമ്മദാ നദി ചപ്ര നദിയുമായി യോജിപ്പിക്കുന്നത് സംഭവ്യമായ കാര്യമേ അല്ലെന്നാണ്. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നിഘണ്ടുവിൽ അസംഭവ്യം എന്നൊന്നില്ല, എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. നർമ്മദാ നദിയിലെ വെള്ളം ചപ്ര നദിയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. നർമ്മദ ചപ്ര, നർമ്മദ ഗംഭീർ, നർമ്മദ പാർവതി, നർമ്മദ കാലിസിന്ധ് ഈ പ്രൊജക്റ്റുകളെല്ലാം മധ്യപ്രദേശിൽ ഞങ്ങൾ പൂർത്തിയാക്കി. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം മധ്യപ്രദേശിൽ മറ്റു നദികളുടെ സംയോജന പദ്ധതികൾ കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ അങ്ങനെ 30 ലക്ഷത്തിലധികം ഹെക്ടർ ഭൂമിയിൽ പുതിയതായി വെള്ളമെത്തിക്കാൻ ഈ പദ്ധതികൾ പ്രകാരം കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ കാലത്ത് മഴ പെയ്ത് നദികൾ നിറഞ്ഞോളും അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. കാരണം കോൺഗ്രസിന് കർഷകരും കാർഷിക മേഖലയും അവരുടെ മുൻഗണനയെ ആയിരുന്നില്ല. എനിക്കിന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നതിന് ശേഷം പ്രധാനമന്ത്രി സിഞ്ചായി യോജന എന്ന പദ്ധതി പ്രകാരം ഈ രാജ്യത്താകെ എത്രയോ ഹെക്ടർ ഭൂമിയിൽ പുതിയതായി വെള്ളമെത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ മുൻഗണന ഈ രാജ്യത്തെ കർഷകരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതുമാത്രമല്ല, കർഷകർക്ക് വേണ്ടി ഏറ്റവും നല്ല വിത്തുകൾ മോദി സർക്കാർ വന്നതിന് ശേഷം പ്രത്യേക ഗവേഷണ പദ്ധതികളിലൂടെ ICR ഉണ്ടാക്കി. ഈ പുതിയ ബജറ്റിൽ പോലും 109 ആ തരത്തിലുള്ള വിത്തുകൾ ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച് നൽകി. കാരണം കർഷകർക്ക് ലാഭകരമായി ബിസിനസ് ചെയ്യണമെങ്കിൽ നല്ല വിത്തുകൾ വേണം. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി ഈ രീതിയിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കൃഷിഭൂമിയിൽ വെള്ളമെത്തിക്കുന്നത് മുതൽ മണ്ണ് പരിശോധിച്ച് കൂടുതൽ വിളയുണ്ടാക്കുന്നതിനുള്ള സോയിൽ കാർഡുകൾ തുടങ്ങി ഇൻഷുറൻസ് വരെയുള്ള അനേകം പദ്ധതികൾ. ആ രീതിയിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ ഈ രാജ്യത്ത് എല്ലാ മേഖലയിലും കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. അത് ധാന്യങ്ങൾ നോക്കിയാലും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ നോക്കിയാലും എല്ലാത്തിൻ്റെയും കണക്കെടുത്താൽ നിങ്ങൾക്ക് ഉൽപ്പാദനത്തിലുള്ള എത്രയോ ഇരട്ടി വർധനവ് കാണാൻ കഴിയും. 2023-24 കണക്കെടുത്താൽ
പച്ചക്കറി പഴവർഗ്ഗങ്ങൾ രാജ്യത്തുണ്ടാക്കിയത് 352 മില്യൺ ടണ്ണാണ്. ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ പ്രതിപക്ഷത്ത് നിന്ന് പയർ പരിപ്പ് വർഗ്ഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ കോൺഗ്രസ് ഉണ്ടല്ലോ, അവർ ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ പയർ പരിപ്പ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എനിക്ക് ഇവിടെ ഇത് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇന്ന് രാജ്യത്തെ പയർ പരിപ്പ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പ്രതിപക്ഷത്തു നിന്ന് ഇന്നലെ കോൺഗ്രസ് പറയുന്നുണ്ടായിരുന്നു മോദി സർക്കാർ വന്നതിന് ശേഷം കർഷകർക്കുള്ള വളം സബ്സിഡിയിൽ കുറവ് വരുത്തിയെന്ന്. ഞാൻ അതിൻ്റെ കണക്കുകൾ ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആദരണീയ സഭാപതിജി, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് 2013-14 ഈ രാജ്യത്തെ കർഷകർക്ക് നൽകിയ വളം സബ്സിഡി എന്നത് 71,280 കോടി രൂപയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ 2023-24 കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ കർഷകർക്ക് നൽകിയ വളം സബ്സിഡി മാത്രം 1,95,420 കോടി രൂപയാണ്. ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന പണം മാത്രമല്ല, ഏതെങ്കിലും യുദ്ധം പോലുള്ള അന്താരാഷ്ട്ര ബുദ്ധിമുട്ടുകൾ കാരണം വളത്തിൻ്റെ വില കൂടിയാൽ ഒരിക്കലും അത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ മോദി സർക്കാർ ശ്രമിച്ചിട്ടേയില്ല. ഇപ്പോൾ തന്നെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാരണത്താൽ വളരെ ചുറ്റിയാണ് നമ്മുടെ രാജ്യത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയിലും കൂടുതലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആ വില കൂടുതൽ നമ്മുടെ രാജ്യത്തെ കർഷകരിലേക്ക് സർക്കാർ നൽകിയിട്ടില്ല. ആദരണീയ സഭാപതിജി, അങ്ങയിലൂടെ ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ കർഷകരോടും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പറയുന്നുണ്ടായിരുന്നു യൂറിയയുടെ സബ്സിഡിയിൽ മോദി സർക്കാർ കുറവ് വരുത്തിയെന്ന്. എവിടെയാണ് കുറവ് വരുത്തിയത്? കണക്കുകൾ ഞാൻ പറയാം. യൂറിയയുടെ ഒരു ബാഗ് നേരത്തെ 50 കിലോ ആയിരുന്നു, ഇപ്പോൾ 35 കിലോയാണ്. പക്ഷേ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. യൂറിയയുടെ 35 കിലോഗ്രാമിൻ്റെ ഒരു ബാഗിന് സർക്കാർ നൽകുന്ന സബ്സിഡി 2,100 രൂപയാണ്. ഈ രാജ്യത്തെ കർഷകർക്ക് 35 കിലോഗ്രാം യൂറിയ ലഭിക്കുന്നത് വെറും 268 രൂപയ്ക്കാണ്. 2,100 രൂപയാണ് ഒരു ബാഗിന് സർക്കാർ നൽകുന്ന സബ്സിഡി. അതായത് ആദരണീയ സഭാപതിജി, 35 കിലോഗ്രാം യൂറിയ ബാഗിനുള്ള വില 2,368 രൂപയാണ്. അതിൽ 2,100 രൂപ മോദി സർക്കാർ സബ്സിഡി നൽകി ഈ രാജ്യത്തെ കർഷകർക്ക് വെറും 268 രൂപയ്ക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ DAPയുടെ 50 കിലോഗ്രാം ബാഗിന് മോദി സർക്കാർ നൽകുന്ന സബ്സിഡി 1,083 രൂപയാണ്. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കാരണം DAPയുടെ വില ഇന്ന് 50 കിലോഗ്രാം ബാഗിന് 2,433 രൂപയാണ്. അതിൽ 1,083 രൂപ മോദി സർക്കാർ സബ്സിഡി നൽകുന്നു. വെറും 1,350 രൂപയ്ക്കാണ് ഈ രാജ്യത്തെ കർഷകർ 50 കിലോഗ്രാം DAP വാങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ പലതവണ DAPക്ക് വിലവർധന ഉണ്ടായിട്ടും ആ വിലവർധനവ് കർഷകരിലേക്ക് ഞങ്ങൾ നൽകിയിട്ടില്ല. എപ്പോഴൊക്കെ വില വർദ്ധിച്ചോ അവിടെയെല്ലാം മോദി സർക്കാർ സബ്സിഡി നൽകുകയാണ് ചെയ്തത്. ആദരണീയ സഭാപതിജി, ഈ രാജ്യത്തെ കർഷകരോട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഏതൊക്കെ രീതിയിൽ എത്ര തവണ വളത്തിന് വിലവർധന ഉണ്ടായാലും ആ വിലവർധനവ് കർഷകരിലേക്ക് ഒരിക്കലും ഈ സർക്കാർ ഭരിക്കുമ്പോൾ അവർക്ക് ഭാരമായി നൽകില്ല. ഞാൻ വെള്ളത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, ഓരോ തുള്ളിയിലും കൂടുതൽ വിള. ഇത് മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇവിടെ പല ആളുകളും ജലത്തിൻ്റെ ലഭ്യതക്കുറവിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഭൂമിയിലെ വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്തെ പല സ്ഥലത്തും ഭൂമിയിൽ വരൾച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി ജലത്തിനും അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മോദി സർക്കാർ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നത്. ഡ്രിപ്പുകൾ വഴി, സ്പ്രിംഗ്ലറുകൾ വഴി ഓരോ തുള്ളി വെള്ളത്തിനും അതിൻ്റേതായ പ്രാധാന്യം മനസ്സിലാക്കി കർഷകർക്ക് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്റ്റ്. ഭൂമിയിലുള്ള വെള്ളം പല രീതിയിൽ നഷ്ടപ്പെടാറുണ്ട്, ബാഷ്പീകരണം സംഭവിക്കാറുണ്ട്. പക്ഷേ സ്പെഷ്യലൈസ്ഡ് പൈപ്പുകളിലൂടെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്റ്റ് വഴി കർഷകർക്ക് ലഭിക്കുന്ന ജലം ഒരു തുള്ളി പോലും നഷ്ടപ്പെടുന്നില്ല. കർഷകർക്ക് ഓരോ തുള്ളി വെള്ളവും അവരുടെ വിളകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. പഴയ സർക്കാരിന് വെള്ളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പോലും അറിവുണ്ടായിരുന്നില്ല. കർഷകരെക്കുറിച്ച് അവർക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. 2015 മുതൽ 2022 വരെ മാത്രം ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതികൾക്കായി ഈ രാജ്യത്താകെ ചെലവഴിച്ചത് 21,312 കോടി രൂപയാണ് മോദി സർക്കാർ. കോൺഗ്രസിൻ്റെ കാലത്ത് അങ്ങനൊരു പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല, അങ്ങനൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം തുടർച്ചയായി കണക്കുകൾ മുന്നോട്ട് വച്ചത് കോൺഗ്രസിൻ്റെ കാലത്തും BJP സർക്കാരിൻ്റെ കാലത്തും കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ധാന്യങ്ങൾക്ക് സർക്കാരുകൾ നൽകുന്ന വിലയെക്കുറിച്ചാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് വെറും 3,950 രൂപയ്ക്ക് വാങ്ങിയിരുന്ന തുവരപ്പരിപ്പ് ഇന്ന് വാങ്ങുന്നത് 6,450 രൂപയ്ക്കാണ്. എല്ലാം 2 ഇരട്ടിയിലധികം വിലയിലാണ് BJP സർക്കാർ വാങ്ങുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കുകളാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.
उड़द आप 4300 खरीदते थे, हम खरीदते 7400 एक एक फसल के रेट। മാത്രമല്ല ആദരണീയ സഭാപതിജി, താങ്കളിലൂടെ ഞാൻ ഈ രാജ്യത്തെ കർഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു, മോഡി സർക്കാരിൻ്റെ പ്രത്യേക തീരുമാനമാണ് ഈ രാജ്യത്ത് പയർ പരിപ്പ് വർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തത ഉണ്ടാകണമെന്ന്, പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരരുതെന്ന്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ കർഷകർക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നു. ഈ രാജ്യത്ത് നിങ്ങൾ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും, എത്ര നിങ്ങളുടെ കയ്യിൽ അധികം വന്നാലും അത് മുഴുവൻ താങ്ങുവിലയും കൊടുത്ത് സർക്കാർ സംഭരിക്കാൻ തയ്യാറാണ്. പൂർണ്ണമായി സംഭരിക്കാൻ ഈ രാജ്യത്തെ സർക്കാർ തയ്യാറാണ്. ഇവിടെ ഇവർ MSP യെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, താങ്ങുവിലയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന് സഭാപതിജി, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ താങ്ങുവില എന്തിനാണ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? കർഷകർക്ക് മാർക്കറ്റിൽ യഥാക്രമം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ലെങ്കിൽ അവരുടെ വിളകൾ വാങ്ങി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ താങ്ങുവില സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഉദാഹരണം നോക്കിയാൽ മധ്യപ്രദേശിൽ സർവതി എന്ന ഒരു ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സർവതി ഗോതമ്പിൻ്റെ വില മാർക്കറ്റിൽ ഒരു കിൻഡലിന് 4000-5000 രൂപയാണ്. അതും താങ്ങുവില കൊടുത്ത് വാങ്ങണമെന്നാണ് ഇവർ പറയുന്നത്. ഹരിയാനയിൽ, പഞ്ചാബിൽ, മധ്യപ്രദേശിലൊക്കെ ബസുമതി റൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഭാരതം ഉൽപ്പാദിപ്പിക്കുന്ന ബസുമതി റൈസ് വാങ്ങാൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. കാനഡയിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ കയറ്റി അയക്കുകയാണ്. ബസുമതി റൈസ് ഉണ്ടാക്കുന്ന കർഷകർക്ക് നല്ല വില ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 40,000 കോടി രൂപയുടെ ബസുമതി റൈസാണ് നമ്മൾ കയറ്റുമതി ചെയ്തത്. താങ്ങുവിലയേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ കർഷകർക്ക് വില ലഭിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭം കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ സംഭരിക്കേണ്ട, അവർ മാർക്കറ്റിൽ വിൽക്കുന്നതാണ് അവർക്ക് ലാഭം. മാത്രമല്ല ആദരണീയ സഭാപതിജി, ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് കർഷകർ അവരുടെ ധാന്യങ്ങൾ പൂർണ്ണമായും വിൽക്കാറില്ല. അവർ അടുത്ത വർഷത്തേക്കും വിത്തിനായുമൊക്കെ അവരുടെ വിളകൾ സംഭരിക്കാറുണ്ട്. മാത്രമല്ല കർഷകർ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണമല്ല നൽകുന്നത്, ഈ ധാന്യങ്ങൾ തന്നെയാണ് കൂലിയായി നൽകുന്നത്. ഞാൻ ഈ കണക്കുകൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ടാവില്ല, കാരണം അവർക്ക് കൃഷിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖർജി ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും കൃഷിമന്ത്രി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് ഈ സഭയിലുള്ള എല്ലാവരും, ഈ രാജ്യത്തെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഞാനും പലതവണ കേട്ടിട്ടുണ്ട് പ്രതിപക്ഷം ചോദിക്കുന്നത്, താങ്ങുവിലയിൽ നിങ്ങൾ എത്രമാത്രം ധാന്യങ്ങൾ സംഭരിച്ചുവെന്ന് സർക്കാരിനോട്. താങ്കൾ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, സർക്കാർ ഏതെങ്കിലും ഒരു ധാന്യം സംഭരിക്കുന്നത് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രോഡക്റ്റിന് കർഷകർക്ക് മാർക്കറ്റിൽ ഉയർന്ന വില ലഭിക്കുന്നുണ്ട് എന്നാണ്. അതായത് രാജ്യത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ന് ആളുണ്ട്. തീർച്ചയായും എനിക്കും ഇത് കേട്ടിട്ട് വലിയ സന്തോഷമുണ്ട്. ഈ രാജ്യത്തെ കർഷകർക്ക് മാർക്കറ്റിൽ യഥാക്രമം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കാതിരുന്നാൽ, മാർക്കറ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് അവരുടെ കയ്യിൽ നിന്നും വിളകൾ വാങ്ങി സംഭരിക്കേണ്ടതുണ്ട്. അവിടെയാണ് MSP പ്രായോഗികമാകുന്നത്. പക്ഷേ കർഷകർക്ക് മാർക്കറ്റിൽ യഥാക്രമം വില ലഭിക്കുന്നില്ലെങ്കിൽ ഈ താങ്ങുവിലയിൽ കാലഘട്ടത്തിനനുസരിച്ച് വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ രീതിയിൽ കർഷകരെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. കൃഷിമന്ത്രി പറയൂ. ആദരണീയ സഭാപതിജി, തീർച്ചയായും കർഷകർക്ക് ആവശ്യമുള്ള രീതിയിൽ ഞങ്ങൾ താങ്ങുവിലയിൽ കാലഘട്ടത്തിനനുസരിച്ച് വർധനവ് വരുത്തുക തന്നെ ചെയ്യും. കാരണം കർഷകർ ഞങ്ങൾക്ക് വെറും മനുഷ്യരല്ല, അവർ ഞങ്ങളുടെ അന്നദാതാക്കളാണ്. ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ കൃഷിയാണ്. അതുകൊണ്ട് തന്നെ കർഷകരാണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വോട്ട് ബാങ്ക് അല്ല, അവർ ഞങ്ങളുടെ ഭഗവാന്മാർ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം കർഷകരെ സേവിക്കുന്നത് ഭഗവാനെ പൂജിക്കുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡി സർക്കാരിന് കീഴിൽ കൃഷിമന്ത്രിയായി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉള്ളത്. ആദരണീയ സഭാപതിജി, ഏതെങ്കിലും തരത്തിൽ മാർക്കറ്റ് കർഷകർക്ക് എതിരായി നിന്നാൽ ആ സമയത്ത് കർഷകരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഈ സർക്കാർ വാങ്ങിവെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. എല്ലാത്തിൻ്റെയും കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. 2005 മുതൽ 2014 വരെ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ എത്രയാണ് ഇവർ വാങ്ങിയെന്നറിയുമോ? ഈ 10 വർഷം ആകെ ഇവർ വാങ്ങിയത് 6,39,000 മെട്രിക് ടൺ മാത്രം. 2015 മുതൽ 2023 വരെ കഴിഞ്ഞ 9 വർഷം മോഡി സർക്കാർ വാങ്ങിയ പയർ പരിപ്പ് വർഗ്ഗങ്ങളുടെ കണക്കുകൾ കൂടി ഞാൻ പറയാം. 1,70,00,000 മെട്രിക് ടൺ പയർ പരിപ്പ് വർഗ്ഗങ്ങളാണ് വാങ്ങിയത് കർഷകരിൽ നിന്ന്. 1 കിലോ പോലും വെറുതെ ഞങ്ങൾ കളയില്ല. കർഷകരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ ആശ്വാസത്തിന് വേണ്ടി എപ്പോഴും ഞങ്ങൾ കൂടെ കാണും. ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ആദരണീയ സഭാപതിജി, കോൺഗ്രസിലെ ചിലർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു കർഷകരുടെ ലോണുകൾ എഴുതിത്തള്ളിയെന്ന്. അതിൻ്റെ കണക്കുകൾ കൂടി ഞാൻ പറയാം.
ഇവർ ഒരു തവണയല്ല പലതവണ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും കേന്ദ്ര തെരഞ്ഞെടുപ്പിലും കർഷകർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാലും കർഷകരുടെ മുഴുവൻ ലോണുകളും എഴുതിത്തള്ളുമെന്ന്. माफ कर दिए जाएंगे. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇവിടെയെല്ലാം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 ദിവസത്തിനുള്ളിൽ 2 ലക്ഷം രൂപ വരെയുള്ള എല്ലാ കർഷക ലോണും വായ്പകളും എഴുതിത്തള്ളുമെന്ന്. അവർ എണ്ണി പറഞ്ഞിരുന്നു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ദിവസത്തിനുള്ളിൽ 2 ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ വായ്പകളും കർഷകരുടെ എഴുതിത്തള്ളുമെന്ന്. 10 ദിവസത്തിനുള്ളിൽ കർഷകരുടെ ലോൺ എഴുതിത്തള്ളിയില്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കും എന്നാണ് അവർ പറഞ്ഞത്. ജനങ്ങളിത് വിശ്വസിച്ചു. 2018 മധ്യപ്രദേശിൽ ഒരു തവണ അവർക്ക് അധികാരം നൽകി. 10 ദിവസം കഴിഞ്ഞു, 10 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, ഒരു ലോണും എഴുതിത്തള്ളിയില്ല. അതിൻ്റെ ഫലം നമ്മളെല്ലാവരും കണ്ടതാണ്. 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ സർക്കാരിനെ തന്നെ ജനങ്ങൾ കടപുഴക്കി കളഞ്ഞു. അതിനിടെ സഭാപതിജി അതുമാത്രമല്ല, പിന്നീട് ഒരിക്കലും കോൺഗ്രസിനെ അവിടുത്തെ കർഷകർ ജയിപ്പിച്ചിട്ടുമില്ല. കാരണം ഈ രീതിയിൽ കർഷകരെ കബളിപ്പിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ട്. ഇനി കോൺഗ്രസിൻ്റെ ഇത്തരം ഡ്രാമകൾ അവർ വിശ്വസിക്കില്ല. കർഷകരുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുന്ന ഈ പ്രതിപക്ഷമുണ്ടല്ലോ, അവർ ഭരിക്കുന്ന കാലത്ത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നൊരു സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിന്ന് ഇവിടെ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു ആദരണീയനായ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിജിയെ. അദ്ദേഹമാണ് ഈ രാജ്യത്തെ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന സംവിധാനം തന്നെ കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്തെ ചെറിയ കർഷകർ, പാവപ്പെട്ടവർ പുറത്തു നിന്നും വട്ടിപ്പലിശയ്ക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയാണ് കൃഷി ചെയ്തിരുന്നത്. അവർക്ക് വളരെ വലിയ പലിശയും കൊടുക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് അത്തരം കൃഷിക്കാർക്ക് പുറത്തുനിന്ന് പലിശയ്ക്ക് പണമെടുത്ത് കൃഷി ചെയ്യേണ്ടി വരുന്നില്ല. അവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വെറും 7% പലിശ നിരക്കിൽ അവർക്ക് ലോൺ ലഭിക്കുന്നു. മോദി സർക്കാർ വന്നതിന് ശേഷം ആ 7% നിന്ന് വീണ്ടും 3% സബ്സിഡി നൽകി ഇപ്പോൾ വെറും 4% മാത്രം പലിശ നിരക്കിൽ ഈ രാജ്യത്തെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലോൺ വാങ്ങിയെടുത്തുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നു. 2014-15 7% പലിശ ഉണ്ടായിരുന്ന സമയത്ത് സർക്കാർ സബ്സിഡി നൽകിയിരുന്നത് 6000 കോടി രൂപയാണെങ്കിൽ 2023-24 കണക്കിൽ ഇപ്പോൾ വെറും 4% മാത്രമാണ് കർഷകർക്ക് പലിശ ഉണ്ടാകുന്നത്. അവിടെ സർക്കാർ കർഷകർക്ക് വേണ്ടി സബ്സിഡിയായി ചെലവാക്കുന്നത് 22,000 കോടി രൂപയാണ്. താങ്കൾ ഈ 22,000 കോടി എന്ന് പറഞ്ഞത് സബ്സിഡി മാത്രമാണോ? അതേ സഭാപതിജി, സബ്സിഡി മാത്രമാണ്. കർഷകർക്ക് ലോൺ നൽകുന്ന എത്രയാണെന്ന് അറിയുമോ? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കർഷകർക്ക് നൽകിയ ലോൺ എന്നത് 7 ലക്ഷം കോടി രൂപയാണെങ്കിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് കർഷകർക്ക് ലഭിച്ച വായ്പ എന്നത് 25 ലക്ഷം കോടി രൂപയാണ്. 25 ലക്ഷം കോടി രൂപ. മാത്രമല്ല, അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഈ രാജ്യത്തെ കർഷകർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലോൺ തരാം, നിങ്ങൾ വാങ്ങി കൃഷി ചെയ്യൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങളുടെ ലക്ഷ്യം 2047 വികസിത ഭാരതമാണ്, സ്വയം പര്യാപ്ത ഭാരതമാണ്. അതിനാണ് സഭാപതിജി ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 10 വർഷത്തെ മാത്രം കണക്കെടുത്താൽ ഈ രാജ്യത്തെ കർഷകരെടുത്ത ലോണിൻ്റെ പലിശ നിരക്കിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ സബ്സിഡി മാത്രം 1,40,000 കോടി രൂപ വരും. 1,40,000 കോടി രൂപ കർഷകർ അടക്കേണ്ടിയിരുന്ന പലിശയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അടയ്ക്കുന്നത്. 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഒരു വർഷം കർഷകർക്ക് 60,000 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയതിൻ്റെ പേരിലാണ് ഇത്രയും ഉദ്ഘോഷിക്കുന്നതവർ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കർഷകർ ഈ രാജ്യത്ത് 25 ലക്ഷം കോടി രൂപയാണ് വായ്പയായി നേടിയെടുത്തിരിക്കുന്നത്, വെറും 4% പലിശ നിരക്കിൽ. അവരുടെ 3% പലിശ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയായി നൽകുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ സബ്സിഡി അടയ്ക്കുന്നത്. ആ സബ്സിഡി തുക മാത്രം കഴിഞ്ഞ 10 വർഷത്തിൽ 1,40,000 കോടി രൂപയാണ്. 60,000 കോടി അവിടെ കിടക്കുന്നു, 1,40,000 കോടി അവിടെ കിടക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് ഫസൽ ബീമ യോജന. മധ്യപ്രദേശിൽ കർഷകരുടെ ഗോതമ്പ് വിളയിൽ വലിയ നാശമുണ്ടായി. ഞങ്ങളതിൻ്റെ കണക്കുമായി മന്ത്രിയുടെ അടുത്ത് പോയി. ഞങ്ങൾ കരുതിയത് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിക്കുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫസൽ ബീമ യോജനയുടെ രീതികൾ എങ്ങനെയായിരുന്നു അറിയുമോ ആരുടെ സഭാപതിജി? ഒരു കർഷകന് വിളനാശം സംഭവിച്ചാൽ അവർക്ക് ഇൻഷുറൻസ് ലഭിക്കില്ലായിരുന്നു. ഒരു ഗ്രാമത്തിലെ ആകെ വിള നശിച്ചാൽ പോലും അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുമായിരുന്നില്ല. 10 ഗ്രാമങ്ങളിലെ കർഷകരുടെ വിളകൾ പൂർണ്ണമായി നശിച്ചാൽ പോലും അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുമായിരുന്നില്ല. അന്നത്തെ കണക്കെടുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിലായിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ വിളനാശമുണ്ടായാൽ ആ കർഷകൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ താലൂക്കിലെ മുഴുവൻ വിളയും നശിക്കണമേ എന്ന്. കാരണം മുഴുവൻ താലൂക്കിലെയും വിളകൾ നശിച്ചാൽ മാത്രമേ ഫസൽ ബീമ യോജന പദ്ധതി പ്രകാരം അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുമായിരുന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു അവർ ഫസൽ ബീമ യോജന നടപ്പിലാക്കിയിരുന്നത്. ഇന്ന് മോദി സർക്കാരിൻ്റെ കാലത്ത് ഫസൽ ബീമ യോജനയിൽ
ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് വ്യക്തികൾ പോലുമല്ല, ഓഫീസർമാർ പോലുമല്ല, ഡ്രോൺ ഉപയോഗിച്ചും ക്യാമറ ഉപയോഗിച്ചുമാണ് അവരുടെ വിളനാശത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ സ്വീകരിക്കുന്നത്. ആ ചിത്രങ്ങളുടെയും വീഡിയോയുടെയും അടിസ്ഥാനത്തിലാണ് കർഷകരുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ നൽകുന്നത്. കോൺഗ്രസിൻ്റെ കാലത്ത് ഒരു താലൂക്ക് ആകെ നശിച്ചാൽ മാത്രമായിരുന്നു അവർക്ക് ഇൻഷുറൻസ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു കർഷകന് അവൻ്റെ മാത്രം വിളയ്ക്ക് നാശം സംഭവിച്ചാൽ പോലും ഇൻഷുറൻസ് ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? മാത്രമല്ല, ഇവരുടെ ഫസൽ ബീമ യോജന പ്രകാരം ഏതെങ്കിലും കർഷകന് ഇൻഷുറൻസ് ലഭിക്കുകയാണെങ്കിൽ തന്നെ ആ ഇൻഷുറൻസ് പോയിരുന്നത് ബാങ്ക് ലോണിൻ്റെ പലിശയിലേക്ക് മാത്രമായിരുന്നു. കർഷകർക്കൊന്നും ലഭിക്കുമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിൽ ഫസൽ ബീമ യോജനയിൽ ലഭിച്ച ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെറും 68,000 കോടി രൂപ മാത്രമാണ്. എന്നാൽ മോദി സർക്കാരിൻ്റെ കാലത്ത് 1,68,000 കോടി രൂപയാണ് കർഷകർക്ക് ഇൻഷുറൻസ് ക്ലെയിമായി ലഭിച്ചത്. ഇതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയില്ലേ കർഷകർക്ക് ഒരു ദുരിതമുണ്ടായാൽ, ഒരാവശ്യമുണ്ടായാൽ ആരാണ് അവരുടെ കൂടെ നിന്നത് എന്ന്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഈ ഫസൽ ബീമ യോജന എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക് ഗുണം ലഭിക്കുന്ന പദ്ധതിയാണ്. ഇനി ഈ രാജ്യത്തെ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നശിക്കാതിരിക്കാൻ അവർക്ക് സംഭരിക്കാനുള്ള കേന്ദ്രമുണ്ടായിരുന്നില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നശിച്ചു പോകുമായിരുന്നു. എന്നാൽ മോദി സർക്കാർ വന്നതിന് ശേഷം അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളും തുടങ്ങി. ഞാൻ ഒരു ഉദാഹരണം പറയാം. അന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശരത് യാദവ്ജി ആയിരുന്നു. ഞാനന്ന് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് റേഷൻ കടകളിൽ കുറച്ചുകൂടി ധാന്യത്തിൻ്റെ വിഹിതം നൽകണം എന്നുള്ള ആവശ്യവുമായിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മധ്യപ്രദേശ് എത്ര ധാന്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്. മധ്യപ്രദേശ് ആ സമയത്ത് ഒരുപാട് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് മധ്യപ്രദേശിലേക്ക് പോയി. ഞാൻ മുഖ്യമന്ത്രി അധികാരമേറ്റത് 2004-2005 കാലത്താണ്. അതിനു മുമ്പ് കോൺഗ്രസ് ആകെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ധാന്യം എന്നത് മധ്യപ്രദേശിൽ 1,90,00,000 മെട്രിക് ടൺ മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ കാർഷിക മേഖലയിൽ മധ്യപ്രദേശിൽ മാത്രം നടപ്പിലാക്കിയ പദ്ധതികൾ പ്രകാരം ഞാൻ പിറ്റേ വർഷം 6,90,00,000 മെട്രിക് ടൺ ധാന്യങ്ങൾ മധ്യപ്രദേശിൽ ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ അപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി. 6,90,00,000 മെട്രിക് ടൺ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഇത് എവിടെ സംഭരിക്കും? അത്രയും സംഭരിക്കാനുള്ള ശേഷി മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നില്ല. കൃഷിഭൂമിയിലാവട്ടെ, വീടുകളിലാവട്ടെ, എല്ലായിടത്തും ധാന്യങ്ങൾ ഇരിക്കുകയാണ്. ഇത് എവിടെ വെക്കണമെന്നറിയില്ല, വെക്കാൻ സ്ഥലമില്ല. കാരണം അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഉൽപ്പാദനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടും ഞങ്ങൾക്ക് സംഭരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ വിൽക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പ്രത്യേക ഒരു പദ്ധതി തയ്യാറാക്കി എല്ലാ സംസ്ഥാനത്തും സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ എല്ലാ സംസ്ഥാനത്തും സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. എനിക്കിവിടെ ഇത് പറയുന്നതിൽ സന്തോഷമുണ്ട്. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രം 1,00,000 കോടി രൂപയുടെ ഫണ്ടാണ് പ്രഖ്യാപിച്ചത്.